ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മുടെ പൾസർ 150ക്ക് സ്റ്റാർട്ട് ആകുന്നില്ല. അപ്പോൾ നമ്മൾ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തായിരുന്നു. അതായത് CDEI യൂണിറ്റിന്റെ പ്രോബ്ലം ആണ്. അതിന് ശേഷം കറണ്ട് വരുന്നില്ല. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പോയി അതിൻ്റെ CDEI യൂണിറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ആ ഒരു കവർ. ഇതിന് ഏകദേശം 699 രൂപയാണ്. നമ്മളുടെ അടുത്ത് നിന്ന് ഏകദേശം ഒരു 680 രൂപ അവർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഇത് 2018 സ്റ്റോക്കാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പം ഈ പൾസർ 2007 മോഡലാണ്. ഇത് UG3 ആണ്, അതായത് 6+2 പോർട്ടിലാണ് വരുന്നത്. അപ്പോൾ പുതിയ വണ്ടികൾക്ക് എന്ന് പറയുമ്പോൾ വേറെ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ RC ബുക്കിൽ ഇതിൻ്റെ മോഡൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ UG3 ആണ്. അതേപോലെ ഇപ്പം പുതിയ പൾസർ വന്നിട്ടുണ്ടല്ലോ, അതിനെല്ലാം അതിൻ്റെ UGയുടെ ആ ഒരു നമ്പർ ചിലപ്പോൾ ഡിഫറെൻ്റ് ഉണ്ടാവും. ഇപ്പം എനിക്ക് തോന്നുന്നു 5 വരെയൊക്കെ റീച്ച് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ആ ഒരു RC ബുക്കിൽ ഇതിൻ്റെ ഒരു മോഡൽ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വാങ്ങിക്കാൻ പോകണം. പിന്നെ ഇതും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നമ്മുടെ ആ വണ്ടിയിലേക്ക് ഇത് ഫിറ്റ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പ്രശ്നമാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നമാണോ എന്ന് നമുക്ക് ഇപ്പം അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഇതാണ് 6 പോർട്ട്, ഇത് 2 പോർട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ, ഇത് 6 പോർട്ട്. അപ്പോൾ ആ 6 പോർട്ട് നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ 6 പോർട്ട് നമ്മൾ കണക്ട് ചെയ്തു. ഇനി 2 പോർട്ടിൻ്റെ ഇവിടെ ഉണ്ട്, നമ്മൾ ജസ്റ്റ് അതും കൂടി കണക്ട് ചെയ്യണം. അപ്പോൾ കണക്റ്റായി. ഇനി നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ ഈ സ്റ്റാൻഡ്, ഇവിടെ ഒരു റബ്ബർ ഹോൾഡർ ഉണ്ട്. അപ്പോൾ ആ ഹോൾഡർ വെച്ചിട്ട് നമ്മൾ നോക്കി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. ഇപ്പോൾ നമ്മുടെ CDEI യൂണിറ്റ് ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ കുറേ നാൾ നിർത്തിയിട്ടിരുന്നല്ലോ, അതുകൊണ്ട് എഞ്ചിൻ ഓയിൽ ഉണ്ടെന്നൊന്ന് ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാം. ഇവിടെ എഞ്ചിൻ ഓയിൽ ലെവൽ അറിയാനുള്ള ഒരു ഭാഗമുണ്ട്, പക്ഷേ ഇവിടെ ഒന്നും കാണാൻ പറ്റുന്നില്ല. മുഴുവൻ അഴുക്കായിട്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിന് ഡിപ്സ്റ്റിക്ക് ഇല്ല. അപ്പോൾ നമ്മളൊരു അതിന് പകരമായിട്ടൊരു ഈർക്കിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ ഈർക്കിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെടുത്ത് എഞ്ചിൻ ഓയിലുണ്ട്. അപ്പോൾ നമ്മളിനി കറണ്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലഗിൻ്റെ വയറൊന്ന് അഴിച്ചിട്ട് നമ്മൾ കറണ്ട് ഒന്ന് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, വരുന്നുണ്ടോ? കറണ്ട് ഉണ്ടോ? നീ മിണ്ടുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടിയിൽ കറണ്ട് വരുന്നുണ്ട്. നമ്മൾ വീണ്ടും പ്ലഗിലേക്കുള്ള കണക്ഷൻ കൊടുക്കുകയാണ്. കറണ്ട് വരുന്നതുകൊണ്ട് ഉറപ്പായിട്ടും വണ്ടി സ്റ്റാർട്ടാകും. നമുക്കപ്പോൾ ഒന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ പഴയതുപോലെ വണ്ടിയെ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ആകുമോ ഇല്ലയെന്ന്. അതായത് ഫ്യൂവൽ കണക്ഷൻ കൊടുത്ത് സീറ്റെല്ലാം സെറ്റ് ചെയ്തു. ഫൈനലി നമ്മുടെ വണ്ടിയുടെ പ്രോബ്ലം സോർട്ട് ഔട്ട് ചെയ്തു. CDEI യൂണിറ്റിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ മാറി. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ ചെറിയ കംപ്ലൈൻറ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുകൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.